വേളയ്ക്ക് ശേഷമല്ലേ ഇന്ന് കണ്ടുമുട്ടുന്നത്. ഓക്കെ. കാണാൻ പറ്റണം. ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. The barometric reading for atmospheric air shows 750 millimeter of Hg. The dry bulb temperature and wet bulb temperature measured using sling psychometer is 33 degrees Celsius and 23 degrees Celsius respectively. Determine relative humidity ratio, dew point temperature. കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ അങ്ങനെ എഴുതിക്കോ, കുറച്ച് പെട്ടെന്ന് എഴുതിക്കോ, നമ്മളെ കയ്യിൽ അധികം സമയമില്ല. ചെറിയ പ്രോബ്ലം ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ സാധനങ്ങളാണ് ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്താ ഒക്കെ ഉള്ളത്. അത് ഈ പ്രോബ്ലത്തിലൂടെ നമ്മൾ ഒന്നുകൂടെ പഠിക്കും. കാരണം കുറച്ച് ദിവസം നമുക്കൊരു ഗ്യാപ്പ് ഒക്കെ വന്നതാ, അതുകൊണ്ട് എല്ലാവരുടെയും മൈൻഡ് ഔട്ട് ആയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് എല്ലാവരും പെട്ടെന്ന് എഴുതുക. ബാരോമെട്രിക് റീഡിംഗ് ഫോർ അറ്റ്മോസ്ഫറിക് എയർ ഷോസ് 750 millimeter of Hg, mercury. The dry bulb temperature and wet bulb temperature measured using sling psychometer is 33 degrees Celsius and 23 degrees Celsius respectively. Determine relative humidity ratio and dew point temperature. മൂന്ന് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക്. എഴുതി കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കുക. ആകെ ഒരു 4 വരിയല്ലേ ഉള്ളൂ. കഴിഞ്ഞല്ലേ? അപ്പൊ ഇതിൻ്റെ അകത്തുള്ള 2-3 ട്വിസ്റ്റുകൾ ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും നമുക്ക് ഓരോ ട്വിസ്റ്റുകൾ കാണാം. അതേപോലെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 750 millimeter of Hg എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫറിക് പ്രഷർ ആണോ? നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ മില്ലിമീറ്റർ ഓഫ് Hg പറയുന്ന സമയത്ത് എത്ര മില്ലിമീറ്റർ ഓഫ് Hg ആയിരിക്കും അറ്റ്മോസ്ഫറിക് പ്രഷർ ആണെങ്കിൽ? 760 അല്ലേ? 760 760 millimeter ഓഫ് Hgനെയാണ് നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ ആയിട്ട് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഇവിടെ പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് 750 millimeter ഓഫ് Hg ആണ്. അതാണ് ട്വിസ്റ്റ് നമ്പർ 1. ട്വിസ്റ്റ് നമ്പർ 1 ആണ് TW1. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫറിക് പ്രഷറിലല്ല നമുക്ക് ഈ റീഡിംഗ് ഒക്കെ തന്നിട്ടുള്ളത്. വേറെ ഏതോ ഒരു രാജ്യത്ത് പോയിട്ടാണ് ഇവർ അളന്നിട്ടുള്ളത്. വേറെ ഏതോ സ്ഥലത്താറ്റോ ഏതോ ഒരു ക്യാബിൻ്റെ ഉള്ളിലോ അങ്ങനെ എന്തോ പരിപാടിനകത്താണ് ഇത് അളന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ ഈ സ്ലിംഗ് സൈക്കോമീറ്റർ നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. അത് ഒരു സൈഡ് സാധാ തെർമോമീറ്റർ, മറ്റേതിൻ്റെ അകത്ത് വെറ്റ് തുണി വെച്ച് പൊതിഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പിനെ നമ്മൾ സ്ലിംഗ് സൈക്കോമീറ്റർ എന്ന് പറയുന്നത്. അത് വെച്ച് അളന്നേരത്ത് നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 33 വെറ്റ് ബൾബ് 23 ഡിഗ്രി സെൽഷ്യസും ആണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പൊ നമുക്കുള്ള ട്വിസ്റ്റ് ഇതാണ്. എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷറിലല്ല തന്നിട്ടുള്ളത്. അറ്റ്മോസ്ഫറിക് പ്രഷറിലാണെങ്കിലാണ് നമ്മളുടെ ഈ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഒറ്റയടിക്ക്. കാരണം നമുക്ക് ഗ്രാഫിന്റെ അകത്ത് കാണിച്ചരാം. ഗ്രാഫിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗ്രാഫിന്റെ സൈക്കോമെട്രിക് ചാർട്ട്, നോർമൽ ടെമ്പറേച്ചർ, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ, അതായത് 760 millimeter ഓഫ് Hg ഓർ 1.013 ബാർ ആണെങ്കിലും മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഈ ചാർട്ട് വെച്ചിട്ട് ഡയറക്റ്റ് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പം ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിരിക്കുന്നത് 750 millimeter ഓഫ് Hg ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചാർട്ട് വെച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാന്നുള്ള മോഹം അവിടെ മാറ്റി വെക്കുക. അപ്പൊ നമ്മള്
അങ്ങനെയുള്ള സാഹചര്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് പ്രത്യേകം അത് ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് ഏത് തന്നിട്ടുള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ ആണോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇത് നമ്മളെ തന്നിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർമുല വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ഒന്നാമത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്, രണ്ടാമത് ഹ്യൂമിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയും, മൂന്നാമത് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ആണ്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഏതാ? നമുക്ക് തന്നിരിക്കുന്ന പ്രഷർ തന്നിട്ടുണ്ട്. പ്രഷർ എന്ത് പ്രഷറാണ് തന്നിരിക്കുന്നത്? ബാരോമെട്രിക് പ്രഷറാണ്, PB ആണ് തന്നിട്ടുള്ളത്. അതായത് സാധാരണ നമ്മൾ പ്രഷർ ഗേജ് വെച്ചിട്ട് അളക്കുന്ന പ്രഷർ, ബാരോമീറ്റർ വെച്ചിട്ട് അളക്കുന്ന പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 750 millimeter ഓഫ് HG മെർക്കുറി. അതിനെ നമ്മൾ ബാറിലേക്ക് എങ്ങനെ മാറ്റുക? പണ്ടുതൊട്ടേ പഠിച്ച സാധനം. മില്ലിമീറ്റർ ഓഫ് HG തന്ന സാധനത്തിനെ ബാറിലേക്ക് മാറ്റില്ല എങ്ങനെയാ? 750 ഇൻറ്റു എന്താന്ന് ഇതിന്റെ HGന്റെ വാല്യൂ എത്ര വരുന്നത്? 13,600. നമുക്ക് മില്ലിമീറ്ററിൽ തന്നോണ്ട് നമ്മൾ 13.6 എടുത്തു മീറ്ററിലേക്ക് മാറ്റിയാൻ മൊത്തത്തിൽ. ഓക്കെ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ട. ഓ ഏതെങ്കിലും വരാൻ ടൈം എടുക്കുന്നുണ്ട്. ഇപ്പം വരുമായിരിക്കും. അതിനകത്ത് ഓപ്പൺ ആക്കി നോക്കട്ടെ. അങ്ങനത്തെ പ്രശ്നം ഓൺ ദ സ്പോട്ട് അറിയാം. ഇപ്പൊ കാണുന്നുണ്ടോ? 750 കാണുന്നുണ്ടോ? 750 അത് മില്ലിമീറ്ററിലാണ്. നമുക്ക് ഇപ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 10⁻³ ആണ്. ഇൻടു ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 13,600 ആണ് HGന്റെ, ഇൻടു 9.81 വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കിട്ടുക ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കിട്ടും. കണ്ടിട്ടുണ്ടാവല്ലോ. ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കണ്ടാലേ ഞാൻ എഴുതുള്ളൂ, ഇനി അടുത്ത് പറയൂ. അപ്പം ഇത് ചെയ്താൽ എന്താ കിട്ടുക? 750 ഇൻറ്റു 10⁻³ ഇൻറ്റു 13,600 ഇൻറ്റു 9.81 മൊത്തം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടുക കുറച്ച് ലെങ്തി ആയിട്ടുള്ള സാധനമായിരിക്കും. 100,062 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള ഉത്തരം കിട്ടും അല്ലേ? എൻ്റെ അകത്ത് പ്രസന്റ് കാണിക്കുന്നില്ല. പ്രസന്റേഷൻ അതിനെ ബാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? 100 മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. ബാക്കി വരുന്നുണ്ട് 62 ഉണ്ട്. പഠിക്കണ്ട, നമ്മളോട് എടുത്ത് നോക്കട്ടെ. ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ജിയോ ചൈറ്റാവുന്നു കുറച്ച് ദൂരത്തേക്ക്. ഫുള്ള് വന്നാ 100,062 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള സാധനം വന്ന്. അപ്പം നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ബാറിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10⁻⁵.
ഈ ഒരു സ്ഥാനത്തിന് 10⁻⁵ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ 5 0 ബാക്കോട്ടേക്ക് വരണം. അപ്പൊ 1 2 3 4 5 വരുമ്പത്തേക്ക് നമുക്ക് കിട്ടുക മൾട്ടിപ്ലൈ ചെയ്താല് 6.2 തന്നെ കിട്ടോ? എത്രയായിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താല് 100,006.2 തന്നെ കിട്ടോ? എല്ലാലും അല്ല കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10⁻⁵ വെച്ച് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 1.0063 3062 സെക്കൻഡ് 1.0062 ബാർ എന്ന് കിട്ടി. എന്ത് വെച്ചിട്ടാ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ 10⁻⁵. എന്തിനാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ ബാറിലേക്ക് മാറ്റാൻ വേണ്ടി. നമുക്കറിയാം നമ്മുടെ ബാറിന്റെ പേര് പറയുമ്പോൾ എപ്പോഴും 1 2 എന്നൊക്കെ പറഞ്ഞിട്ടാ 2 ബാർ 1 ബാർ എന്നൊക്കെ പറഞ്ഞിട്ടാ പറയും. അപ്പൊ വലിയ വാല്യൂനെ നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്തു, ബാറിലേക്ക് മാറ്റി. അതിന് നെക്സ്റ്റ് നമുക്ക് അറിയാനുള്ളത് ഇത് ബാരോമെട്രിക് പ്രഷറാണ്. നമ്മൾ പ്രഷർ ഗേജ് വെച്ചിട്ട് അളന്ന പ്രഷറാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് വരുന്നതേ ഉള്ളൂ. ഓക്കെ, പ്രഷർ ഗേജ് വെച്ചിട്ട് അളന്ന പ്രഷറാണ് നമുക്കിപ്പം കിട്ടിയത്. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമുക്ക് തന്ന മില്ലിമീറ്റർ ഓഫ് എച്ച് നമ്മൾ കൺവേർട്ട് ചെയ്തു, നേരെ അത് ബാറിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയും. ഒന്നാമത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. നെറ്റിന് ഇത്ര വന്നിട്ടില്ലല്ലോ. എല്ലാടെയും പ്രശ്നം ഇവിടുത്തെ കോളേജിൽ വൈഫൈ കിട്ടൂല, അതിൽ ലാൻഡ് കണക്ഷൻ കൊടുക്കാനുള്ള സെറ്റപ്പ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടേ കഴിഞ്ഞ ക്ലാസ്സിൽ. എല്ലാം മറന്നാണ്, അപ്പുറമാക്കണ്ട, നമുക്ക് ഒന്നുകൂടെ നോക്കാം. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് കൈ വെച്ചിട്ടാണ് പറയല്. അതായത് വേപ്പറിന്റെ പ്രഷർ ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് വേപ്പർ വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ്, PV ഡിവൈഡ് ബൈ PVS. ഇതായിരുന്നു നമ്മളെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്ക് പഠിച്ച ഇക്വേഷൻ. PV ഡിവൈഡ് ബൈ PVS ഇതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. അപ്പൊ നമുക്ക് ആ ഇക്വേഷനിലേക്ക് കൊടുക്കാം. നമുക്ക് PVS എവിടെ നിന്ന് കിട്ടും? സാച്ചുറേഷൻ പ്രഷർ എവിടെ നിന്ന് കിട്ടും? എവിടത്തേക്ക് പോവാ? നേരെ നമ്മളെ ഡാറ്റ ബുക്കിലേക്ക് പോവാ. ഡാറ്റ ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എയറിന്റെ ഡാറ്റ ബുക്ക് എടുക്കുക. എയറിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എയറിന്റെ പ്രോപ്പർട്ടീസിൻ്റെ അകത്തുള്ള ഡാറ്റ ബുക്ക് എടുക്കുക. നമുക്ക് ടെമ്പറേച്ചർ, അതായത് TD ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PVS എത്രയാ നോക്കി, സാച്ചുറേഷൻ പ്രഷർ. എൻ്റെ കയ്യിൽ ഡാറ്റ ബുക്ക് ഇല്ല, നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും. ഡാറ്റ ബുക്കിലേക്ക് പോവാ. നമ്മൾ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ, അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതാണ് നമ്മൾ സാധാരണ ടെമ്പറേച്ചർ ആയിട്ട് എടുക്കല്. വെറ്റ് ബൾബ് നമുക്ക് അപൂർവ ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്, ഇങ്ങനെ ഒരു സാധനം ഉണ്ട് തന്നെ. അപ്പം ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ഒന്ന് കണ്ടുപിടിച്ച് എത്രയുണ്ട്? സാച്ചുറേഷൻ കാണുന്നുണ്ടാ? ബാറിലാന്നുണ്ടാവുക. ഏകദേശം വാല്യൂ വരിക 0.0503 ബാർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ആൻസർ ഉണ്ടാവും. നോക്കണ്ടേ? എയറിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. റഫ്രിജറേഷൻ ടേബിളിൽ തന്നെ എയറിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. ഡാറ്റ ബുക്കിൽ നമുക്ക് എയറിന്റെ അകത്താണുള്ളത്, ആ അറ്റ്മോസ്ഫിയറിക് എയറിനെ പറ്റിയിട്ടാണ് നമ്മളെ കഥകളൊക്കെ ഉള്ളത്. അപ്പൊ എയറിനെ എടുക്കുക, എയറിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. വലിയൊരു ടേബിൾ കാണും, 2 പേജായിട്ടുണ്ട് തോന്നുന്നു ആ ടേബിൾ.
അതില് ഈ TD 33°C ആണ് നമുക്ക് തന്നിരിക്കുന്ന TD. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എത്രയാന്ന് നോക്കിയാൽ വേറെ ഒന്നും നോക്കണ്ട, പ്രഷർ മാത്രം. എയറിന്റെ ടേബിൾ കണ്ടിട്ടില്ലേ? കുറെ ഇഷ്ടംപോലെ ടേബിൾ ഉണ്ട്. പിന്നെ ഏതാ ടേബിൾ എന്തെങ്കിലും നിങ്ങൾ ഇൻഡെക്സ് പേജിൽ പോകും. ഇൻഡെക്സ് പേജിൽ കഴിഞ്ഞാൽ കാണാം എയറിന്റെ അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഓരോ ആൾക്കാരടുത്ത് ഓരോ ടേബിളാണ് ഉള്ളത്. അപ്പൊ ഏതിൻ്റെ അകത്താ കറക്റ്റ് ഏത് പേജാണെന്നൊന്നും എനിക്കറിയില്ല. സൈക്കോമെട്രിക് ടേബിൾസ് ഒന്നുണ്ട്, ഏത് നോക്കി കിട്ടുക? അതല്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവാം. നമ്മളെ ഡാറ്റ ബുക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവില്ലേ, ഒരു ഇൻഡെക്സ് പേജ്, അതിൽ നോക്കിയാൽ മതി. പ്രോപ്പർട്ടീസ് ഓഫ് എയർ എയർ കാണുന്നില്ലേ? ആ എയറിന്റെ അകത്തുള്ള പേജ് എടുക്കുക. ടേബിൾ 1.5 മറ്റേ ഇതിന്റെ അകത്ത് ഡോം കൊണ്ട് പറയും. അതിൽ നേരെ ഡാറ്റ ബുക്കിന്റെ ആ പേജിന്റെ അകത്ത് ടെമ്പറേച്ചർ നോക്കുക. 33°C നമുക്ക് തന്നിരിക്കുന്ന ടെമ്പറേച്ചർ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രഷർ അവിടെ തന്നിട്ടുണ്ടാവും. സാച്ചുറേഷൻ പ്രഷർ എത്രയാന്നുള്ളത് അത് എത്രയാ നോക്കിയേ? കെൽവിനിലാണല്ലോ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കെൽവിനിലാണല്ലേ? കെൽവിനിലാ എന്നിട്ടില്ല അതിൻ്റെ അകത്ത്. ഏത് ബുക്കിലത്? നെക്സ്റ്റ് പേജ് എടുത്ത് നോക്കിക്കോ, ചിലപ്പം അടുത്ത പേജിന്റെ അകത്ത് °C ഉണ്ടാവായിരിക്കും. അല്ലെങ്കിൽ 300 വരെയുള്ളൂ. 270 300 കഴിഞ്ഞ പിന്നെ 350 കൽവിനിലാണെന്ന്. അപ്പൊ നമുക്ക് എടുക്കാൻ മറ്റേ പോലെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇന്റർപ്രിട്ടേഷൻ മെത്തേഡ് ഇല്ലേ, ഇന്റർപോളേഷൻ പണ്ട് പറഞ്ഞത് 33°C എന്ന് പറഞ്ഞാൽ എത്ര കെൽവിനാണ്? °C ആരടിക്കില്ല ടേബിള്. (33 + 273) എത്ര വരും? 306. അത് വെച്ചിട്ട് നമ്മളെ ഇന്റർപോളേഷൻ മെത്തേഡിലേക്ക് യൂസ് ചെയ്യും. അതിനെ യൂസ് ചെയ്യാം. കെൽവിനിലേക്ക് മാറ്റുകയാണെങ്കിൽ 33 + 273 വെച്ചിട്ട് ഇതാക്കണം. അപ്പൊ നമുക്ക് കിട്ടും 3 3 6 7 3 10 0 ആക്കി 306. ഏതൊക്കെയാ നിങ്ങൾക്ക് ടേബിളിലുള്ളത്? 300 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? ടൈപ്പ് ചെയ്ത് കണ്ടുപിടിച്ചരാ. ഇന്റർപോളേഷൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചരാ, ഒന്നുകൂടെ പറഞ്ഞ. 300 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എല്ലാത്തിനും വേണം. 300ന്റെയും പിന്നെ എത്രയുള്ള 350 അല്ല, അതെന്തിന്റെ കാര്യം? റോവാ CP-യാ? അല്ല, കണ്ടുപിടിക്കണ്ടേ നമുക്ക്? പ്രഷറല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ പ്രഷറിന്റെ വാല്യൂ മാത്രം PVS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സാച്ചുറേഷൻ പ്രഷർ എത്രയാണ്? 306 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ പ്രഷർ കാണുന്നില്ലല്ലോ. ഇതിന്റെ പ്രഷർ ഇല്ലല്ലോ. തൊട്ട് സൈഡ് CP P K ആൽഫ പിന്നെ μCP/K. അന്നാ നിങ്ങൾ എടുത്ത ടേബിൾ മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് എടുത്ത് നോക്കിയാ അതോ ടെമ്പറേച്ചറിൽ തന്നെ തരിക. വേറെ ഉണ്ടാവും, രണ്ട് ടേബിൾ ആയിട്ടുണ്ട് എയറിന്റെ. °C തന്നെ ഉണ്ടാവും മിക്കവാറും. ഇപ്പോഴത്തെ ടേബിളാ സാർ. പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് സ്റ്റീം. അതെടുത്തേ, എത്രയുള്ളത്? അതിന്റെ അകത്ത് 33 ഉണ്ട് കൊടുത്തിട്ട് °C 0.0503. ഈ വാല്യൂ ആണ്. ഈ വാല്യൂ ഇല്ലേ? ഓക്കെ. അത് കെൽവിനിൽ കാണൂല എന്തായാലും. പേജ് നമ്പർ 2.1 പ്രോപ്പർട്ടി 2 എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നു. ടേബിൾ 2.1. അപ്പൊ ഡയറക്റ്റ് വാല്യൂ ഉണ്ടല്ലോ അതിന്റെ അകത്ത്, വിഷയമില്ല. 0.053 503.
ബാർ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പൊ PVS കിട്ടി. അപ്പൊ ന്റെ പരിപാടി കഴിഞ്ഞു. ഇനി PV അറിയണം, പ്രഷർ ഓഫ് വേപ്പർ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഇക്വേഷൻ ആണ്. ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. PV കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ PSW എന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് തന്നെയാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്. അതുകൊണ്ടാണ് PSW എന്നിട്ടത്. വെറ്റ് ബൾബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ മൈനസ് PB നമുക്ക് തന്നിരിക്കുന്ന ബാരോമെട്രിക് പ്രഷർ മൈനസ് PSW, ഇതൊരു ബ്രാക്കറ്റിനുള്ളിലാണ്, ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് നമുക്ക് തന്നിരിക്കുന്ന വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ 1527.4 മൈനസ് 1.3 TW. ഈ ഒരൊറ്റ ഇക്വേഷൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ബൈഹാർട്ട് പഠിക്കേണ്ടേ ഉള്ളൂ. വൃത്തിയായിട്ട ഒരു ഇക്വേഷനാണ്, പഠിച്ചേ പറ്റുള്ളൂ. PSW ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതേ സാധനം പ്രഷർ, സാച്ചുറേഷൻ പ്രഷർ, അതാണ് PSW എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതത്ര നോക്കിയേ, വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് PV കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഈ ഒറ്റ ഇക്വേഷൻ ഈ മൊത്തം RAC റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിന്റെ അകത്ത് വൃത്തിയായിട്ടതായിട്ടുള്ള ഒരൊറ്റ ഇക്വേഷൻ ഉള്ളൂ, അത് ഈ ഇക്വേഷനാണ്. 0.0281 വരുന്ന വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.0281 മൈനസ് PB നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. PBന്റെ വാല്യൂ വരുന്നത് 1.00062 ആണ്, മൈനസ് ഈ സെയിം വാല്യൂ 0.0281 ഇൻറ്റു നമുക്ക് TD അറിയാം 33 ഡിഗ്രി സെൽഷ്യസ് ആണ്, മൈനസ് TW അറിയാം 23 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഡിവൈഡ് ബൈ ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് 1527.4 മൈനസ് 1.3 ഇൻറ്റു TW എന്ന് വെച്ചാൽ 23. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടും 0.0216 ബാർ എന്ന് കിട്ടും. വേറെ വഴിയില്ല, ഇത് ബൈഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. PV കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ബൈഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. കാരണം ക്വസ്റ്റ്യൻസ് വരാം, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ടേബിൾ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാം. കാരണം ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്തായാലും ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത്. എന്നാലും ടേബിൾ നമ്മളെന്താ കണ്ടുപിടിച്ചെടുക്കാൻ മനസ്സിലായില്ല. ഓ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കാൻ മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞുതരുമോ? ടേബിളിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഒന്നാമത് കണ്ടുപിടിച്ചത് ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. അതിൽ PVS അതായത് വേപ്പർ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കണം. വെൻ എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, സാച്ചുറേറ്റഡ് ആകുമ്പോൾ 33 ഡിഗ്രി സെൽഷ്യസ് നമ്മളെ സാധാരണ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, സാധാരണ ടെമ്പറേച്ചർ തരുമല്ലോ റൂമിന്റെ ടെമ്പറേച്ചർ, അതാണ് ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ പ്രഷർ ആ ടേബിളിൽ ഉണ്ടാവും. പ്രഷറും ഡെൻസിറ്റി അങ്ങനെ എന്തെല്ലോ സാധനങ്ങൾ ഉണ്ടാവും അതിന്റെ കൂടെ. അപ്പൊ അതെടുത്ത് നോക്കുക. അപ്പൊ അവിടുത്തെ എത്ര പ്രഷർ നമുക്ക് കിട്ടും? 0.0503 ബാർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആ ടേബിൾ ഏതായിരുന്നു? വൈഷ്ണവ് സി കെ എന്തായാലും പറഞ്ഞേ ആ ടേബിളിന്റെ പേര്. പ്രോപ്പർട്ടീസ് ഓഫ് അത് മനസ്സിലായി. താഴത്തെ പ്രോപ്പർട്ടി സാച്ചുറേറ്റഡ് നമ്മൾ സാച്ചുറേറ്റഡ് കണ്ടീഷനുള്ള കാര്യം നോക്കുന്നത്. അതുകൊണ്ട് സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് സ്റ്റീമിന്റെ ടേബിൾ എടുക്കുക, അതെടുക്കുക.
നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ പി വി ആണ്. പി വി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷനാണ് ഉള്ളത്. ഇക്വേഷൻ വെച്ചാൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. അതായത് പി എസ് ഡബ്ല്യു മൈനസ് പി ബി ഈ ഒരു ഫുൾ വാല്യൂസ് വരുന്നത്. പി എസ് ഡബ്ല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെയിം രീതിയിൽ തന്നെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ പി വി എസ് കണ്ടുപിടിച്ചത് അതേപോലെ തന്നെ പി എസ് ഡബ്ല്യു കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ? പി എസ് ഡബ്ല്യു എന്ന് വെച്ചാൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സാച്ചുറേറ്റഡ് പ്രഷർ തന്നെയാണ്. അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടും 0.0281 ആണ്. അത് കിട്ടുന്നത് മനസ്സിലായിട്ടില്ല എവിടുന്നേനും. ഏത് PSW ഇങ്ങനെ കിട്ടിയ മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ടില്ലടാ. ടേബിൾ എടുക്കുക. ടേബിളിൻ്റെ അകത്ത് 23 ഡിഗ്രി സെൽഷ്യസ് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രഷർ തന്നിട്ടുണ്ടാവും. ആ പ്രഷർ തന്നെയാണ് ഏത് പറയുക ഈ പി എസ്. ഓ കേട്ടില്ല, ചോദിച്ചോ. പോയാ ചോദിച്ചാള് എന്തായാലും ചോദിച്ച. അതായത് നമ്മൾ മൊത്തത്തില് 2 പ്രഷർ കണ്ടുപിടിക്കാനുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് 33 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറും കണ്ടുപിടിക്കണം. അതാണ് പി വി എസ് എന്ന് പറയുന്നത്. ഈ അടിഭാഗത്തുള്ള സാധനമാണ് 33 ഡിഗ്രി ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ. ഇനി മുകളിൽ കാണുന്നത് വെറ്റ് ബൾബിന് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ അല്ല ശരിക്കും. അതൊരു ഇക്വേഷൻ ആണ് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത്. ആ പി വി എന്നായിട്ടുള്ള ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ എഴുതിയതിൻ്റെ അകത്തുനിന്ന് പി എസ് ഡബ്ല്യു എന്ന് പറഞ്ഞ സാധനമാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത്. വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ. അത് അവിടെ നമ്മൾ നോക്കിയിട്ട് ആ വാല്യൂസ് ഇട്ട് ബാക്കി ഫുൾ ഇക്വേഷൻ ആണ് പി ബി മൈനസ് പി എസ് ഡബ്ല്യു ഇൻറ്റു ടി ഡി മൈനസ് ടി ഡബ്ല്യു ഡിവൈഡ് ബൈ 1527.4 മൈനസ് 1.3 ടി ഡബ്ല്യു എന്ന് പറയുന്നത്. ഇത് മൊത്തം ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പി വി എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും. അതായത് ന്യൂമറേറ്ററിൽ കാണുന്ന സാധനം കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയും മെനക്കെടണം. ഈ ഒരൊറ്റ സാധനം കണ്ടുപിടിക്കാൻ ഇത്രയും മെനക്കെടേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒന്നിനും ഇത്ര മെനക്കേടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും സിമ്പിളായിട്ട് ഒറ്റ ഓട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടത്. ഇനി ഇത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ദിവസം ടേബിൾ ആയിട്ട് തന്നെ വരാം. എന്നിട്ട് ടേബിളിൻ്റെ അകത്ത് ഞാൻ ഇത് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ തൽക്കാലം ഇത് ഇത്രയും കണ്ടുപിടിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് 0.0216 ആണ് ഇതിന്റെ ഉത്തരം എന്ന് എഴുതിയിട്ട് അവിടെ നിർത്തിക്കും. നാളത്തെ ഫസ്റ്റ് അവർ ഉണ്ട്. നാളത്തെ ഫസ്റ്റ് അവറിൻ്റെ അകത്ത് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ടേബിൾ എടുത്തിട്ട് തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് ടേബിളിൻ്റെ അകത്ത് ഈ വാല്യൂസ് എടുത്തതെന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഒറ്റ ടൈപ്പ് പ്രോബ്ലം ഉള്ളൂ. ഒരു വെറൈറ്റി ടൈപ്പ് വരുന്നത്, കുറച്ച് ട്വിസ്റ്റ് വരുന്നത്, നമ്മൾ ആടി ഇടിയെല്ലാം നോക്കേണ്ട ആവശ്യം വരുന്നു. ബാക്കി എല്ലാ പ്രോബ്ലത്തിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് നമ്മളെ കയ്യിലുള്ള സൈക്കോമെട്രിക് ചാർട്ട് എടുക്കുക. ഇതിൻ്റെ അകത്ത് പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 33 ഡിഗ്രി സെൽഷ്യസും 23 ഡിഗ്രി സെൽഷ്യസും വെറ്റ് ബൾബ് മാർക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും ഒറ്റ നോട്ടത്തിൽ തന്നെ എഴുതാൻ പറ്റും. ഇക്വേഷൻസും വേണ്ട, മറ്റേ ഇതേപോലത്തെ സ്റ്റെപ്സും കണ്ടുപിടിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. ഡയറക്റ്റ് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ബാക്കി എല്ലാ ടൈപ്പ് പ്രോബ്ലംസും. നമുക്ക് ഇൻ കേസ് ചോദിക്കാം, കാരണം ചോദിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് ഇനി, അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ സൈക്കോമെട്രിക് ചാർട്ട് വെച്ചിട്ട് ചെയ്യേണ്ട ഓർ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവും. ഇതിന്റെ 760 മില്ലിമീറ്റർ ഓഫ് HG അല്ലെങ്കിൽ നമ്മളെ സാധാ അറ്റ്മോസ്ഫറിക് പ്രഷർ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. എന്നാലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ വെച്ചിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ ഞാൻ ടേബിൾ വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ വെച്ച് നിങ്ങളെ കയ്യിൽ ടേബിൾ എല്ലാം എഴുതിയുണ്ട്. തൽക്കാലം ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം.